തൻ്റെ പുത്രനായ ഇത്മധ്വജനെ ലക്ഷദ്വീപിൻ്റെ അധിപതിയായി പ്രിയവ്രതൻ അഭിഷേകം ചെയ്യുകയുണ്ടായി. ഇത്മധ്വജന് 7 മക്കൾ. അവർക്കായി അദ്ദേഹം ലക്ഷദ്വീപം പകുത്തു നൽകി. ആ ദ്വീപിന് സമീപത്ത് 7 പർവ്വതങ്ങളും നദികളുമുണ്ട്. ഹംസന്മാർ, പതംഗന്മാർ, ഊർധ്വായനന്മാർ, സത്യാംഗന്മാർ എന്നിങ്ങനെ 4 വർണ്ണങ്ങളിൽപ്പെട്ടവർ ഇവിടെ വസിക്കുന്നു. 1000 വർഷമാണ് ദ്വീപനിവാസികളുടെ ആയുസ്സ്. അവർ സൂര്യനെ നാരായണനായി കണ്ട് ആരാധിച്ചു പോരുന്നു. ലക്ഷദ്വീപിനെ ചുറ്റി 2 ലക്ഷം യോജന വിസ്താരമാർന്ന ശർക്കരാമ്പുതിയുണ്ട്. അതിനു ചുറ്റുമായി ശാൽമല ദ്വീപം 4 ലക്ഷം യോജന വിസ്താരമാർന്ന് സ്ഥിതി ചെയ്യുന്നു. അവിടെ അത്യുന്നതമായ ഇലവുമരം നിൽക്കുന്നു. അതിലാണ് ഗരുഡൻ്റെ ഇരിപ്പ്. ദ്വീപിനെ അതിൻ്റെ അധിപനായ യജ്ഞബാഹു മക്കൾക്കായി വീതിച്ചു നൽകി. ആ 7 രാജ്യങ്ങളുടെ പേരുകൾ ഇപ്രകാരമാണ്: സുരോചനം, സൗമനസ്യം, രമണകം, ദേവവർഷം, പാരിഭദ്രം, ആപ്യായനം, അവിജ്ഞാതം എന്നിങ്ങനെ. അവിടെ മഹത്വമേറിയ പർവ്വതങ്ങളും നദികളുമുണ്ട്. ശാൽമല ദ്വീപിലുമുണ്ട് 4 വർണ്ണങ്ങളിൽപ്പെട്ടവർ: ശ്രുതധരന്മാർ, വീര്യാധരന്മാർ, വസുന്ധരന്മാർ, ഇഷന്ധരന്മാർ എന്നിങ്ങനെയാണ് അവർ. അവർ വേദസ്വരൂപനായ ചന്ദ്രനെ ആരാധിച്ചു പോരുന്നു. ശാൽമല ദ്വീപിന് ചുറ്റും സുരാസമുദ്രം പരന്നുകിടക്കുന്നു. അതുകഴിഞ്ഞാൽ 8 ലക്ഷം യോജന വിസ്താരമാർന്ന കുശദ്വീപം. അവിടെ അഗ്നി പോലെ ജ്വലിക്കുന്ന കുശസ്തംഭം ഉണ്ട്. അതിൻ്റെ തേജസ്സുകൊണ്ടാണ് കുശദ്വീപമെന്ന് പേരുണ്ടായത് തന്നെ. അധിപതി ഹിരണ്യരേതാവ് 7 മക്കൾക്കായി ദ്വീപം പകർന്നു നൽകി. വസുദാനനൻ, ദൃഢരുചി, നാഭിഗുപ്തൻ, സ്തുത്യവ്രതൻ, വിവിക്തൻ, വാമദേവൻ എന്നിങ്ങനെ ഹിരണ്യനേതാവിൻ്റെ മക്കളുടെ പേര്. കുശദ്വീപത്തിൽ 7 അതിർത്തി ശൈലങ്ങളും 7 നദികളുമുണ്ട്. കുശലന്മാർ, കോവിദന്മാർ, അഭിയുക്തന്മാർ, കുലകന്മാർ എന്നീ 4 വർണ്ണങ്ങളിൽപ്പെട്ടവരാണ് ഇവിടെയുള്ളത്. ഈ ദ്വീപിലുള്ളവരുടെ ആരാധനാമൂർത്തി അഗ്നിസ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ്. കുശദ്വീപിനെ ചുറ്റി ഘൃതസമുദ്രം കിടക്കുന്നു. അതിനുമപ്പുറം 16 ലക്ഷം യോജന പരപ്പാർന്ന ക്രൗഞ്ച ദ്വീപുണ്ട്. ക്രൗഞ്ചം എന്നൊരു പർവ്വതം അവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ ക്രൗഞ്ച ദ്വീപ് എന്ന് നാടിന് പേരുണ്ടായി. ക്രൗഞ്ച പർവ്വതത്തിന് ഒരു ചരിത്രമുള്ളത് ഓർക്കുമല്ലോ. സുബ്രഹ്മണ്യ സ്വാമിയുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള ആയുധമേറ്റ് ക്രൗഞ്ചം തളർന്നിരിപ്പായിപ്പോയി. പാൽക്കടലിലെ തിരമാലകളാൽ അനുനിമിഷം നനയ്ക്കപ്പെടുന്നതുകൊണ്ടും സമുദ്രദേവനായ വരുണൻ സംരക്ഷിക്കപ്പെടുന്നതിനാലും ക്രൗഞ്ചം ഇന്നും അങ്ങനെ കഴിഞ്ഞു പോരുന്നു എന്നേയുള്ളൂ. ക്രൗഞ്ച ദ്വീപിൻ്റെ ഭരണകർത്താവ് പ്രിയവ്രതൻ്റെ പുത്രനായ ഘൃതപൃഷ്ഠാവ്. 7 പുത്രന്മാരാണ് അദ്ദേഹത്തിനും. മക്കൾക്കു വേണ്ടി ഘൃതപൃഷ്ഠൻ ക്രൗഞ്ച ദ്വീപിനെ 7ആയി പകുത്തു. ആ 7 രാജ്യങ്ങളുടെ നാമങ്ങൾ ആമം, മധുരുഹം, മേഘപൃഷ്ഠം, സുധാമം, ഭ്രാജിഷ്ഠം, ലോഹിതാർണസ്, വനസ്പതി എന്നിങ്ങനെയാണ്. ഈ 7 രാജ്യങ്ങളെ ചുറ്റിയുണ്ട് 7 പർവ്വതങ്ങൾ. അവയിലൂടെ 7 നദികളും പ്രവഹിക്കുന്നു. പുരുഷന്മാർ, ഋഷഭന്മാർ, ദ്രവിണന്മാർ, ദേവന്മാർ എന്നീ ചതുർവർണ്ണങ്ങളിലുള്ളവരാണ് ദ്വീപിലെ നിവാസികൾ. അവർ കൂപ്പുകൈകളോടെ സദാ ഭഗവാൻ നാരായണനെ ഉപാസിച്ചു പോരുന്നു. ക്രൗഞ്ച ദ്വീപിനെ വലയം ചെയ്തിരിക്കുന്നത് ക്ഷീരസാഗരം. അതിനപ്പുറം ശാകദ്വീപം സ്ഥിതി ചെയ്യുന്നു. ശാകം എന്നു പേരുള്ള ഏറെ സൗരഭ്യമുള്ള ഒരു വൃക്ഷം ആ ദ്വീപിലുള്ളതിനാലത്രേ അതിന് ശാകദ്വീപ് എന്ന് പേര് കിട്ടിയത്.
തിഥിയാണ് ദ്വീപിൻ്റെ അധിപൻ. മേധാതിഥിക്ക് 7 മക്കൾ. മക്കൾ 7 പേർക്കുമായി അദ്ദേഹം രാജ്യം വിഭജിച്ചു നൽകി. പുരോജവൻ, മനോജവൻ, പവമാനൻ, ധൂമ്രാനീകൻ, ചിത്രരേഭൻ, ബഹുരൂപൻ, വിശ്വധാരൻ എന്നിങ്ങനെ മക്കളുടെ പേരുകൾ. ശാകദ്വീപിലും ഉണ്ട് മഹോന്നതങ്ങളായ ഗിരികളും മഹാനദികളും. 7 നദികളുടെ പേരുകൾ ഇങ്ങനെ: അനഘ, അയുർദ, ഉഭയപുഷ്ടി, അപരാജിത, പഞ്ചനദി, സഹസ്രശ്രുതി, നിജധൃതി. ഇവിടെയും ഉണ്ട് 4 ജാതി അഥവാ വർണ്ണങ്ങളിൽപ്പെട്ടവർ: വ്രതവ്രതന്മാർ, സത്യവ്രതന്മാർ, ദാനവ്രതന്മാർ, അനുവ്രതന്മാർ എന്നിങ്ങനെ അവർക്ക് നാമങ്ങൾ. ഭഗവാനെ വായു സ്വരൂപനായി കണ്ടാണ് അവർ ആരാധിച്ചു പോരുന്നത്. ശാകദ്വീപിനെ ചുറ്റി കിടക്കുന്നത് ദധിസാഗരം. അതിനപ്പുറം പുഷ്കരദ്വീപം. 32 ലക്ഷം യോജനയാണ് ദധിസാഗരത്തിൻ്റെ വിസ്തൃതി. പുഷ്കരദ്വീപത്തിൻ്റെയോ 32 ലക്ഷം യോജന. അവിടെ 10,000 ഇതളുകളോടു കൂടിയ സ്വർണ്ണമയമായ താമരയുണ്ട്. പുഷ്കരത്തിന് താമര എന്നാണല്ലോ അർത്ഥം. ഈ ബൃഹത്തായ താമര കാരണമാണ് ദ്വീപിന് പുഷ്കരം എന്ന പേര് വന്നത് തന്നെ. 10,000 ഇതളുകളോടു കൂടിയ ആ താമരയിൽ ബ്രഹ്മദേവൻ ഇരുന്ന് അരുളുന്നു. പുഷ്കരദ്വീപിൻ്റെ മധ്യത്തിൽ 10,000 യോജന ഉയരവും വലിപ്പവുമുള്ള മാനസോത്തരം എന്ന പർവ്വതം ഉണ്ട്. ആ പർവ്വതത്തിൻ്റെ മുകളിൽ 4 ദിക്കുകളുടെ അധിപന്മാരായ ലോകപാലകന്മാർ അധിവസിക്കുന്നു. പർവ്വതത്തിൽ പകൽ, രാത്രി എന്നിങ്ങനെ ആദിത്യരഥം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ്വീപിൻ്റെ അധിപൻ പ്രിയവ്രതൻ്റെ മറ്റൊരു മകനായ വീതിഹോത്രൻ. അദ്ദേഹം രാജ്യം മക്കളായ രമണകൻ, ദാതകി എന്നിവർക്ക് വിഭജിച്ചു നൽകി. അവിടെ ഭഗവാനെ ബ്രഹ്മരൂപത്തിലാണ് ജനങ്ങൾ ഭജിച്ചു പോരുന്നത്. പുഷ്കരദ്വീപിനു ചുറ്റും ശുദ്ധകീലാലാശയം അഥവാ ശുദ്ധജലം നിറഞ്ഞ സമുദ്രമുണ്ട്. അതിന് അപ്പുറം ലോകാലോകമെന്ന മഹാഗിരി. അതിനെ ചുഴന്ന് കാഞ്ചനഭൂമി സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ 1/4 ഭാഗം വിസ്താരമുള്ളതാണ് ലോകാലോക പർവ്വതം. അതിൻ്റെ മുകളിൽ 4 ദിഗ്ജനങ്ങൾ നിൽക്കുന്നു. അവയുടെ പേർ ഋഷഭൻ, പുഷ്കരചൂഡൻ, വാമനൻ, അപരാജിതൻ എന്നിങ്ങനെ. ലോകാലോക പർവ്വതത്തിൽ എല്ലാ ജ്യോതിർഗോളങ്ങളുടെയും കിരണങ്ങൾ വീഴുന്നു. ഇങ്ങനെ ഭൂവിസ്താരം പൂർത്തിയായി. അടുത്ത ഭാഗത്തിൽ അന്തരീക്ഷത്തിൻ്റെ സവിശേഷതകൾ വർണ്ണിതമാകുന്നു. അർക്കേന്ദുഗതിഭേദം. ബ്രഹ്മാണ്ഡത്തിൻ്റെ മധ്യ തേജസ്സായി വിണ്ണിനെയും മണ്ണിനെയും ബന്ധിപ്പിക്കുന്ന മഹാഘടകമായി സൂര്യൻ വർത്തിക്കുന്നു. ഉത്തരായനം എന്നും ദക്ഷിണായനം എന്നും കാലത്തെ 2ആയി വിഭജിക്കുന്നത് സൂര്യഗതി വെച്ചിട്ടാണ്. സൂര്യൻ്റെ രഥത്തിന് കാലചക്രം എന്നാണ് നാമം. രഥത്തിൻ്റെ അക്ഷത്തിൻ്റെ ഒരറ്റം മേരുവിൻ്റെ മുകളിൽ, മറ്റേ അറ്റം മാനസോത്തര പർവ്വതത്തിലും. ആ അക്ഷത്തിൻ്റെ കാൽഭാഗം മാത്രം വലിപ്പമുള്ള മറ്റൊരു അക്ഷവും രഥത്തിനുണ്ട്. രഥത്തിൻ്റെ അകവിസ്താരം 36 ലക്ഷം യോജന. അരുണനാണ് സൂര്യസാരഥി. 60,000 പേരുള്ള ബാലഖില്യ മുനിമാർ രഥത്തിൻ്റെ മുൻഭാഗത്തിരുന്ന് സൂര്യസ്തുതി പാടുന്നു. മേടം, തുലാം രാശികളിൽ സഞ്ചരിക്കുമ്പോൾ രാപ്പകലുകൾ വരും. ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി എന്നീ 5 രാശികളിൽ സഞ്ചരിക്കുമ്പോൾ പകൽ സമയം കൂടും, രാത്രി സമയം കുറയും. വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നീ 5 രാശികളിൽ സഞ്ചരിക്കുമ്പോൾ ഇത് വിപരീതമാകും. അതായത് രാത്രി കൂടുകയും പകൽ കുറയുകയും ചെയ്യും. പകൽ രാത്രികൾ തുല്യമായി വരുന്ന കാലത്തിനാണ് വിഷുവത് എന്ന് പറയുക. വിഷുവത് എന്ന പദം ചുരുങ്ങിയതാണ് വിഷു എന്ന് ഓർക്കുമല്ലോ. ഒരു മണിപ്രവാള ജ്യോതിഷ ശ്ലോകം ഇവിടെ ചേർക്കുന്നത്
അസംഗതമാവില്ലെന്നു കരുതുന്നു. മേഷാദൗ പകലേറുന്നു, രാവൊന്നത്ര കുറഞ്ഞിടും. തുലാദൗ രാത്രിയേറിടും, പകലൊന്നു കുറഞ്ഞിടും. മേരു മുതൽ മാനസോത്തര പർവ്വതം വരെ സൂര്യൻ ചുറ്റി വരുന്നതിന് ഉള്ള ദൂരം 9,51,00,000 യോജനയത്രേ. മാനസോത്തരത്തിൻ്റെ മുകളിൽ ഒരു ദേവാലയം കാണാം. അതിൻ്റെ കിഴക്ക് ഇന്ദ്രൻ്റെ രാജധാനിയായ ദേവധാനി സ്ഥിതി ചെയ്യുന്നു. തെക്ക് യമൻ്റെ രാജധാനിയായ സംയമനി, പടിഞ്ഞാറ് വരുണൻ്റെ നിമ്നോജനി, വടക്ക് ചന്ദ്രൻ്റെ വിഭാവരി എന്നിവയും ഉണ്ട്. ഈ 4 നഗരികളിലും ഉദയം, മധ്യാഹ്നം, അസ്തമയം, രാത്രി എന്നീ അവസ്ഥകളെ സൃഷ്ടിച്ചുകൊണ്ട് സൂര്യൻ സഞ്ചാരം തുടരുന്നു. ഏതൊരു ദിക്കിലാണോ ഉദയം അതിൻ്റെ നേർ എതിർദിക്കിൽ അന്നേരം അസ്തമയമത്രേ. ഏതൊരു ദിക്കിലാണോ മധ്യാഹ്നം അതിൻ്റെ നേർ എതിർദിക്കിൽ അന്നേരം അർദ്ധരാത്രി അത്രേ. ഇന്ദ്രപുരിയിൽ നിന്നും യമപുരിയിൽ എത്താൻ സൂര്യൻ 15 നാഴിക എടുക്കുന്നു. 2,37,70,500 യോജനയാണ് സംയമനിയുടെ വിസ്താരമെങ്കിലും സൂര്യൻ 15 നാഴിക കൊണ്ട് അവിടെ സഞ്ചരിച്ചു വരുന്നു. അവിടന്ന് വരുണപുരിയിലേക്കും 15 നാഴിക, പിന്നെയും 15 നാഴിക കൊണ്ട് ചന്ദ്രൻ്റെ രാജധാനിയായ വിഭാവരിയിലേക്ക് പോകും. പിന്നെയും 15 നാഴിക കൊണ്ട് ഇന്ദ്രൻ്റെ രാജധാനിയിലേക്ക്. ആദിത്യരഥത്തിൻ്റെ ചക്രങ്ങളാകുന്നത് സംവത്സരങ്ങളാണ്. ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ, നാഗങ്ങൾ, യക്ഷന്മാർ, അസുരന്മാർ, ദേവന്മാർ, ഋഷികൾ എന്നിങ്ങനെ 7 കൂട്ടരും മാസം തോറും പ്രത്യേകമായി സൂര്യോപാസന നിർവഹിക്കുന്നു. ശുക ബ്രഹ്മർഷിയുടെ സൂര്യസഞ്ചാര വർണ്ണന ഇത്രത്തോളമായപ്പോൾ പരീക്ഷിത്ത് ഇടപെടുകയാണ് സംശയവുമായി. ധ്രുവനെയും മഹാമേരുവിനെയും ഒക്കെ സൂര്യൻ പ്രദക്ഷിണം ചെയ്യുന്നുണ്ടല്ലോ. രാശികൾ സൂര്യൻ്റെ ഗതിഭേദത്തെ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? അതായിരുന്നു പരീക്ഷത്തിൻ്റെ സംശയം. അതിന് സോദാഹരണം മറുപടി പറയുകയാണ് ശുകൻ. കുടമുണ്ടാക്കുന്ന കുശവൻ്റെ ചക്രം ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിലും അതിൽപ്പെട്ടിരിക്കുന്ന ഉറുമ്പിനെയും മറ്റു പ്രാണികൾക്കുമൊക്കെ വേറെ വേറെ സഞ്ചാരഗതികളുണ്ടല്ലോ. അതുപോലെ തന്നെയാണിവിടെയും നടക്കുന്നത്. ലങ്കയിൽ ഉദിച്ച് നേർ എതിർവശമായ സിദ്ധപുരിയിൽ അസ്തമിക്കുന്ന സൂര്യൻ്റെ ഗതിഭേദം വേറെ, മറ്റുള്ളവയുടെ ഗതിക്രമം വേറെ. പരീക്ഷത്തിൻ്റെ സംശയം പരിഹൃതമായതോടെ ശുക്രൻ ചന്ദ്രൻ്റെ പ്രയാണ രീതികളിലേക്കും മറ്റും ജ്യോതിർഗോളങ്ങളുടെ സവിശേഷതകളിലേക്കും കടക്കുന്നു. ശുകൻ ചന്ദ്രൻ്റെ പ്രയാണ രീതികളിലേക്കും മറ്റ് ജ്യോതിർഗോളങ്ങളുടെ സവിശേഷതകളിലേക്കും കടക്കുന്നു. സൂര്യമണ്ഡലത്തിൽ നിന്നും 1,00,000 യോജന മേലെയാണ് ചന്ദ്രൻ്റെ സ്ഥിതി. രാശിചക്രം ചുറ്റിവരാൻ സൂര്യൻ ഒരാണ്ടെടുക്കുമ്പോൾ ചന്ദ്രൻ 1 മാസം കൊണ്ട് അപ്രകാരം ചെയ്യുന്നു. പൂർവാപര പക്ഷങ്ങളുള്ളവനാണ് അഥവാ വൃദ്ധിക്ഷയങ്ങളുള്ള ഗ്രഹമാണ് ചന്ദ്രൻ. ശുക്ലപക്ഷത്തിലെ കലകൾ കൊണ്ട് ദേവന്മാർക്കും കൃഷ്ണപക്ഷത്തിലെ കലകൾ കൊണ്ട് പിതൃക്കൾക്കും ദിനരാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് ചന്ദ്രനാണ്. ചന്ദ്രമണ്ഡലത്തിൻ്റെ മുകളിൽ 1,00,000 യോജന മേലെയാണ് നക്ഷത്രമാർഗം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെയും ഉപരി 2,00,000 യോജന മേലെയാണ് ശുക്രൻ്റെ സഞ്ചാരം. ശുക്രൻ്റെയും 2,00,000 യോജന മേലെ ചന്ദ്രപുത്രനായ ബുധൻ വർത്തിക്കുന്നു. ബുധ-ശുക്രന്മാർ ഇരുവരും എപ്പോഴും രാശിമണ്ഡലത്തിൽ സൂര്യൻ്റെ മുമ്പിലും പിമ്പിലുമായി സഞ്ചരിച്ചു വരുന്നു. ബുധനിൽ നിന്നും മുകളിൽ 2,00,000 യോജന ദൂരത്തിൽ ഭൂമിപുത്രനായ ചൊവ്വയുണ്ട്. വക്രഗതിയില്ലെങ്കിൽ 3 പക്ഷങ്ങൾ അഥവാ 45 ദിവസം കൊണ്ട് ഓരോ രാശിയെ കടക്കുന്നു.
ചൊവ്വയ്ക്കു മുകളിൽ 2,00,000 യോജന ദൂരത്തിൽ ദേവഗുരുവായ ബൃഹസ്പതി അഥവാ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. ഒരാണ്ടുകൊണ്ടാണ് വ്യാഴം ഒരു രാശിയെ കടക്കുന്നത്. അപ്പോൾ 12 രാശികൾ അടങ്ങിയ രാശിചക്രത്തെ ചുറ്റിവരാൻ 12 ആണ്ടുകൾ എടുക്കുന്നു. നാം വ്യാഴവട്ടം എന്നു പറയുന്നത് 12 ആണ്ടുകളെയാണ്. ദേവഗുരുവിൻ്റെയും ഉപരി 2,00,000 യോജന വിദൂരത്തിൽ സൂര്യൻ്റെയും ഛായാദേവിയുടെയും പുത്രനായ ശനി വിളങ്ങുന്നു. 30 മാസം അഥവാ 2.5 കൊല്ലം വേണ്ടിവരുന്നു ശനിക്ക് ഒരു രാശി കടക്കാൻ. രാശിചക്രം ചുറ്റി വരാനാകട്ടെ 30 വർഷവും. ശനിക്ക് ബഹിർഭാഗത്ത് 11,00,000 യോജന ദൂരെ സപ്തർഷികളും അവിടെ നിന്നും 13,00,000 യോജന മുകളിൽ വിഷ്ണുഭക്തനായ ധ്രുവനും സ്ഥിതി ചെയ്യുന്നു. ജ്യോതിർഗോളങ്ങൾക്കെല്ലാം ആശ്രയമാണ് ധ്രുവൻ്റെ സ്ഥാനം. തങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന കുറ്റിക്ക് ചുറ്റുമായി പശുക്കൾ വലയം ചെയ്യുന്ന പോലെ ജ്യോതിർഗണങ്ങൾ ഭഗവാന് ചുറ്റും പ്രദക്ഷിണം ചെയ്തു വരുന്നു. ഭഗവാൻ മഹാവിഷ്ണു ശിശുമാരൻ്റെ രൂപത്തിലാണ് വർത്തിക്കുന്നത്. സവിശേഷ രൂപമുള്ള ഒരു ജലജന്തുവാണ് ശിശുമാരൻ എന്നു പറയാം. വാൽ മേൽപോട്ടാക്കി വളയങ്ങളായി കീഴ്പോട്ട് കിടക്കുകയാണ് ആ രൂപം. ഭഗവാൻ തന്നെയാണ് ശിശുമാരൻ്റെ ഓരോ ഭാഗത്തിലും ജ്യോതിസ്സുകൾ വർത്തിക്കുന്നത്. ശിശുമാരൻ്റെ വാലിൽ ധ്രുവൻ, വാലിൻ്റെ അല്പം മുകൾ ഭാഗത്തായി പ്രജാപതി, അഗ്നി, ഇന്ദ്രൻ, ധർമ്മൻ എന്നിവർ പുച്ഛമൂലത്തിൽ ധാതാവും വിധാതാവും, മധ്യഭാഗത്ത് സപ്തർഷികളും, വലതുഭാഗത്ത് ഉത്തരായന താരങ്ങളും ഇടതുഭാഗത്ത് ദക്ഷിണായന താരങ്ങളും, ഉദരത്തിൽ ആകാശഗംഗയും ഉത്തരോഷ്ടത്തിൽ അഗസ്ത്യമാമുനിയും അധരോഷ്ടത്തിൽ യമനും വദനത്തിൽ ചൊവ്വയും ഉപസ്ഥത്തിൽ ശനിയും പിൻകഴുത്തിൽ വ്യാഴവും മാറത്ത് ആദിത്യനും ഹൃദയത്തിൽ വിഷ്ണുവും മനസ്സിൽ ചന്ദ്രനും നാഭിയിൽ ശുക്രനും പ്രാണനിൽ ബുധനും കഴുത്തിൽ സർഭാനുവും ഇടതും വലതുമായ സ്ഥാനങ്ങളിൽ അശ്വനീ ദേവതകളും സമസ്ത അംഗങ്ങളിലും രാഹുകേതുക്കളും രോമങ്ങൾ തോറും നക്ഷത്രങ്ങളും ചുരുക്കത്തിൽ സർവ്വദേവതാമയനാണ് ഭഗവാൻ. അദ്ദേഹത്തെ ഇപ്രകാരം ശിശുമാര രൂപത്തിൽ ധ്യാനിച്ചാൽ പാപങ്ങൾ അകന്നു പോകും, പുണ്യം വർദ്ധിക്കും. ചതുർദശ ലോകവൃത്തം. നാം ഈരേഴു 14 ലോകം എന്നു പറയുന്നില്ലേ, അതുതന്നെയാണ് ചതുർദശ ലോകം. അവയുടെ വർണ്ണനയാണ് ശുകമഹർഷി ഇനി പരീക്ഷിത്തിനോട് പറഞ്ഞു കേൾപ്പിക്കുന്നത്. സൂര്യമണ്ഡലത്തിൻ്റെ 10,000 യോജന താഴെയാണ് രാഹുവിൻ്റെ ലോകം. അത്രയും താഴെ സിദ്ധവിദ്യധരന്മാരുടെ ലോകം. അതിനും ചുവടെ മേഘമാർഗത്തോളം രാക്ഷസ ഭൂത പിശാചാദികളുടെ ലോകം. 10,000 യോജന താഴെ ഭൂമിക്ക് കീഴെ ഒന്നൊന്നായി 7 ലോകങ്ങൾ. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നിങ്ങനെയാണ് ആ 7 അധോലോകങ്ങളുടെ പേരുകൾ. അതലത്തിൽ ബലൻ എന്നു പേരുള്ള മയൻ്റെ പുത്രൻ വസിക്കുന്നു. വിതലത്തിൽ സാക്ഷാൽ ശ്രീ മഹാദേവൻ ഹാടകേശ്വരൻ എന്ന പേര് കൈക്കൊണ്ട് അധിവസിക്കുന്നു. പാർവതിയും കൂടെയുണ്ട്. അവർ രതിക്രീഡകളിൽ മുഴുകിയിരിക്കുകയാണ്. അവരുടെ ഇന്ദ്രിയം ഹാടകി എന്ന പേരുള്ള നദിയായി ഒഴുകുന്നു. അഗ്നിയാൽ ആ നദി ചുട്ടുപഴുത്ത് അതിൽ നിന്നും സ്വർണമുണ്ടാകുന്നു. അതിൻ്റെ പേർ ഹാടകം എന്നാണ്. ദേവന്മാർ ആഭരണാദികൾ നിർമ്മിക്കുന്നത് ഹാടകം കൊണ്ടത്രേ. ഇനി സുതലം. അതിൽ മഹാബലി വാണരുളുന്നു. സുതലത്തിൻ്റെ വിസ്തരിച്ചുള്ള വർണ്ണന അഷ്ടമസ്കന്ധത്തിൽ ഉണ്ടാവും. തലാതലത്തിൽ ശ്രീ പരമേശ്വരനാൽ രക്ഷിക്കപ്പെട്ട മയാസുരൻ വാഴുന്നു. മഹാതലത്തിൽ സർപ്പഗണങ്ങൾ നിവസിക്കുന്നു. സ്വർഗസമമായ രസാതലത്തിൽ നിവാതകവചന്മാർ മുതലായ രാക്ഷസന്മാരാണ് കുടികൊള്ളുന്നത്. പാതാളലോകത്തിൽ വാസുകി തുടങ്ങിയ പ്രമുഖ സർപ്പശ്രേഷ്ഠന്മാർ അധിവസിക്കുന്നു. പാതാളത്തിൻ്റെ
30,000 യോജന ചുവടെ 1000 ഫണങ്ങളോടുകൂടിയ അനന്തൻ വാഴുന്നു. ആ ഫണങ്ങൾക്കു മീതെ ഒരു കടുകിൻ മണിയോളം വലുപ്പമാർന്ന ഭൂമണ്ഡലം കാണപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ തമോഗുണാംശമാണ് അനന്തൻ. സർവത്തെയും കാംക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സംകർഷണൻ എന്നും അനന്തന് നാമമുണ്ട്. സകലതിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എന്ന നിലയ്ക്ക് അഹംബുദ്ധിയുടെ പ്രതീകം കൂടിയാണ് അനന്തൻ. ലോകങ്ങളെ സംഹരിക്കുവാൻ ഉദ്യുക്തനായ ശ്രീഹരിയുടെ കോപത്താൽ വക്രമായ പുരികക്കൊടികളുടെ നടുക്കുനിന്നും 11 രൂപങ്ങളാർന്ന ഏകാദശ രുദ്രന്മാർ അവതരിച്ചു. പതിതനും പാപിയും നിരാലംബനും മോക്ഷം ഇച്ഛിക്കുന്നവനും അനന്തനെ തന്നെ ഭജിക്കണം. ഭക്തന്മാർക്ക് നിത്യാനന്ദം പ്രദാനം ചെയ്യുന്ന ഭഗവാനെ നാരദാദി മഹർഷിമാർ സ്തുതിച്ചു പോരുന്നു. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ ഈ ലോകങ്ങളിൽ എവിടെയാണ് നരകം എന്ന് പരീക്ഷിത്ത് ശ്രീശുകൻ അപ്പോൾ നരകവർണ്ണന ആരംഭിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.